എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ ലേഡീസിനോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങളെ തേടി വരണമെന്നില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ട് തേടി പോകേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എത്തിക്സ്, നമ്മൾ ധാർമ്മികത പുലർത്തുക. കാരണം എന്ത് ബിസിനസ് ആയാലും അതിൽ എത്തിക്സ് പാലിക്കുക എന്നുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി. കാരണം എന്ത് ജോലിയായാലും നമ്മൾ ആ ഒരു മനുഷ്യത്വം കീപ്പ് ചെയ്യുക. കാരണം നമുക്ക് സഹജീവികളോട് കരുണ കാണിക്കുക. നമ്മളിത് എന്ത് പ്രൊഡക്ട്സ് ആയാലും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആയാലും നമ്മൾ സഹജീവികൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഗുഡായിട്ടുള്ള ഒരു സാധനം കിട്ടുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാരും എല്ലാം ബിസിനസ്സായി പോകും. പലരും പറയും ലക്ക് വേണ്ടെന്നൊക്കെ. എന്ത് ലക്ക്? ലക്ക് ഈസ് ഈക്വൽ ടു ഹാർഡ് വർക്ക്. കാരണം ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല. കാരണം നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, പക്ഷെ പണിയെടുക്കണം, നന്നായിട്ട് പണിയെടുക്കണം. ചിലർ പറയും എൻ്റെ കുട്ടി ചെറുതാ, എനിക്ക് കുടുംബ ബാധ്യത ഉണ്ട്, എനിക്ക് പുറത്തിറങ്ങാം, എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കണം, വീട് ക്ലീൻ ചെയ്യണം. ഓക്കെ ഫൈൻ, ഞാനൊരു മരുമകളാണ്, ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്, ഭാര്യയാണ്, ഇതെല്ലാം ഞാനും ചെയ്യുന്നുണ്ട്. എനിക്കും കുക്ക് ചെയ്ത് തരാനൊന്നും ആരുമില്ല. കാരണം എൻ്റെ ഫാദറും മദറും ഒക്കെ ഉണ്ട് അവിടെ. എന്നാൽ പോലെ ഞാൻ എല്ലാ പണിയും ഞാനും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും കാരണങ്ങളാണ് പലപ്പോഴും നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാരണങ്ങളെ ഓവർകം ചെയ്യാം. റീസൺസ് പലതും ഉണ്ടാവും. ആ റീസൺസിനെ നമ്മൾ ഓവർകം ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ഓക്കെ, എനിക്കിത് തുടങ്ങണം, ഇത് വിജയിക്കണം. അങ്ങനെ മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, പണിയെടുക്കണം. അതിനുവേണ്ടി നന്നായിട്ട് പണിയെടുത്താൽ ഉറപ്പായിട്ടും നിങ്ങളെ തേടി സക്സസ് വരിക തന്നെ ചെയ്യും. അതിൽ എത്തിക്സ് പാലിക്കുക, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൊടുക്കുക, ആരെയും പറ്റിക്കാണ്ടിരിക്കുക, അർഹതയില്ലാത്ത പൈസ എടുക്കാണ്ടിരിക്കുക. എന്നാൽ സക്സസ് നിങ്ങളുടെ മുമ്പിൽ ഉറപ്പായിട്ടുണ്ടാകും.